Hello dear students, welcome to mathroot. നമ്മൾ നമ്പർ തിയറിയുടെ 7th ലെക്ചറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ടോപ്പിക്ക് ദി ഇൻവേഴ്സ് ഓഫ് കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ഫങ്ഷൻസ്. ഓക്കെ, കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ഫങ്ഷൻസ്. ഓക്കെ, കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻസിൻ്റെ ഇൻവേഴ്സ് ആണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതൊരു തിയറമാണ്. തിയറം സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് എഫ് ബി എ മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, ലെറ്റ് എഫ് ബി എ മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, let f be a multiplicative function. Okay, then f is completely multiplicative if and only if f inverse of n equal to mu of n into f of n for every n greater than or equal to 1. Okay, സോ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഐ ഡി നമുക്ക് നോക്കാം. എഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷനാണ് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, ഇനി എഫ് കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് എന്തായിരിക്കും? മ്യൂ ഇൻറ്റു എഫിന് ഈക്വൽ ആയിരിക്കും. അതേപോലെ എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എഫ് ആണെങ്കിൽ എഫ് എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഒരു ഫംഗ്ഷൻ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആവാനുള്ള നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ് നമ്മൾ ഈ തിയറത്തിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൂഫ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രൂഫ് let g of n equal to mu of n into f of n എന്ന് എടുക്കാം. ഓക്കെ, mu of n into f of n എന്ന് എടുക്കാം, g of n. ഓക്കെ, if f is completely multiplicative we have g star f of n. Okay, g star f of n equal to summation d divides n g of d into f of n by d. Okay, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ജീനെ മ്യൂ ഓഫ് എൻ ഇൻറ്റു എഫ് ഓഫ് എൻ എടുക്കുക. ഓക്കെ, നമുക്കറിയാം എഫ് കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആണെങ്കിൽ ജി സ്റ്റാർ എഫിന് നമുക്ക് എങ്ങനെ എഴുതാം? ജി സ്റ്റാർ എഫ് ഇക്വൽ ടു ജി സ്റ്റാർ എഫ് ഓഫ് എൻ ഇക്വൽ ടു സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ ജി ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് എൻ ബൈ ഡി ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ. ഇനി ജി ഓഫ് ടിക്ക് പകരം ഇനി ജി ഓഫ് എൻ മ്യൂ ഓഫ് എൻ ഇൻറ്റു എഫ് ഓഫ് എൻ ആണെങ്കിൽ ജി ഓഫ് ഡി എന്തായിരിക്കും? മ്യൂ ഓഫ് ഡി ഇൻറ്റു എഫ് ഓഫ് ഡി. സോ ഇവിടെ ജി ഓഫ് ടിക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ ഈ ഒരു ഡെഫിനിഷൻ കൊടുക്കാം. ഓക്കെ, നമ്മൾ ചൂസ് ചെയ്തത് പ്രകാരം അതെന്തായിരിക്കും? ജി ഓഫ് ഡി മ്യൂ ഓഫ് ഡി ഇൻറ്റു എഫ് ഓഫ് ഡി ആയിരിക്കും. സോ മ്യൂ ഓഫ് ഡി ഇൻറ്റു എഫ് ഓഫ് ഡി ഇൻറ്റു പിന്നെ ആര് ബാക്കിയുണ്ട്? എഫ് ഓഫ് എൻ ബൈ ഡി. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ മ്യൂ ഓഫ് ഡി ഇൻറ്റു ഇനി എഫ് ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് എൻ ബൈ ഡി നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് ഡി ഇൻറ്റു എൻ ബൈ ഡി എന്ന് എഴുതാം. റീസൺ എന്താണ്? അതാ എഫ് ഓഫ് ഡി ഇൻറ്റു എഫ് ഓഫ് എൻ ബൈ ഡി നമുക്ക് എഫ് ഓഫ് ഡി എൻ ബൈ ഡി എന്ന് എഴുതാം. റീസൺ എന്താണ്? എഫ് കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് ഇഫ് എഫ് ഈസ് കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിൻസ് എഫ് ഈസ് കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ്, എഫ് ഈസ് കംപ്ലീറ്റ്ലി multiplicative. Okay, so this is equal to summation d divides n
mu of d ഇൻറ്റു ഇനി എഫ് ഓഫ് ഡി ഇൻറ്റു എൻ ബൈ ഡിയിലെ ഡിയും ഡി നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടെ എഫ് ഓഫ് എൻ എന്ന് കിട്ടും. എഫ് ഓഫ് എൻ. ഓക്കെ. സോ നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എൻ ഇൻറ്റു സിഗ്മ ഡി ഡിവൈഡ്സ് എൻ മി ഓഫ് ഡി. ഓക്കെ. ദിസ് ഈസ് ഈക്വൽ ടു ഐ ഓഫ് എൻ ആയിരിക്കും. റീസൺ എന്താണ്? വെൻ എൻ ഈക്വൽ ടു 1, വെൻ എൻ ഈക്വൽ ടു 1 എഫ് ഓഫ് 1 എന്തായിരിക്കും? 1 ആണ്. റീസൺ എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് എഫ് എന്താണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഫുൾ കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ എഫ് ഓഫ് 1 എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ. ഇനി n 1 ആകുമ്പോൾ ഐ ഓഫ് 1 എന്തായിരിക്കും? ആൻഡ് ഐ ഓഫ് 1 എന്തായിരിക്കും? 1 ആയിരിക്കും. ആൻഡ് n ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഐ ഓഫ് n എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. സോ ഇതിൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? എഫ് ഒയും ഐ ഓഫ് എൻ ആയിരിക്കും. ഓക്കെ. ഇനി നമുക്കറിയാവുന്ന റിസൾട്ട് ഉണ്ട്. സിഗ്മ ഡി ഡിവൈഡ്സ് എൻ മി ഓഫ് ടീൻ്റെ വാല്യൂ എന്താണ്? ഐ ഓഫ് എൻ ആണ്. ദാറ്റ് മീൻസ് ബോക്സ് 1/n ആണ് നമുക്കറിയാം. ഓക്കെ. സോ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ജി സ്റ്റാർ എഫ് ഓഫ് എൻ ഇക്വൽ ടു ഐ ഓഫ് എൻ എന്ന് കിട്ടി. ഓക്കെ. ദിസ് ഇംപ്ലൈസ് ജി സ്റ്റാർ എഫ് ഓഫ് എൻ ഇക്വൽ ടു ഐ ഓഫ് എൻ. ഓക്കെ. ദിസ് ഇംപ്ലൈസ് എന്താണ്? ജി സ്റ്റാർ എഫ് ഇക്വൽ ടു ഐ ആണ്. മീനിങ് എന്താ? ജി സ്റ്റാർ എഫ് ഇക്വൽ ടു ഐ ആണ് മീൻസ് എഫിൻ്റെ ഇൻവേഴ്സ് ആണ് ആര്? ജി. ഓക്കെ. ഇനി ജി നമുക്ക് ജി ആര് നമുക്കറിയാം? മ്യൂ എഫ് ആണ് നമുക്കറിയാം. ഓക്കെ. ജി ആയിട്ട് നമ്മൾ മ്യൂ എഫ് ആയിട്ട് ചൂസ് ചെയ്തത്, ജി ആയിട്ട് ചൂസ് ചെയ്തത് മ്യൂ എഫ് ആണ്. ഓക്കെ. സോ ദാറ്റ് ഈസ് എഫ് ഇൻവേഴ്സ് ഓഫ് എൻ ആരാണ്? മ്യൂ ഇൻറ്റു എഫ് ആണ്. ഓക്കെ. ദാറ്റ് മീൻസ് മ്യൂ ഓഫ് എൻ ഇൻറ്റു എഫ് ഓഫ് എൻ ആണ്. ഓക്കെ. മ്യൂ ഓഫ് എൻ ഇൻറ്റു എഫ് ഓഫ് എൻ. ഓക്കെ. നമുക്കിതിൻ്റെ കോൺവേഴ്സ് പ്രൂവ് ചെയ്യാം. കോൺവേഴ്സ് to show that f is completely multiplicative, to show that f is completely multiplicative, it is enough to show that it is enough to show that f of p raised to alpha equal to f of p whole raised to alpha. ഓക്കെ. സോ ഇത് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എഫ് കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ. ഇനി അതിന് പകരം നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി? എഫ് ഓഫ് പി റേസ്ഡ് ടു ആൽഫ ഈക്വൽ ടു എഫ് ഓഫ് പി ഹോൾ റേസ്ഡ് ടു ആൽഫ എന്ന് പ്രൂവ് ചെയ്താൽ മതി ബൈ എ പ്രീവിയസ് തിയറം. ഓക്കെ. ഫോർ പ്രൈം പവേഴ്സ്. ഓക്കെ. ഫോർ പ്രൈം പവേഴ്സ്. ഓക്കെ. നമ്മൾ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ദെൻ കൺസിഡർ എഫ് ഇൻവേഴ്സ് ഓഫ് എൻ ഈക്വൽ ടു മ്യൂ ഓഫ് എൻ ഇൻറ്റു എഫ് ഓഫ് എൻ. ഓക്കെ. നമ്മളെന്ത് അസ്യൂം ചെയ്യുക? എഫ് ഇൻവേഴ്സ് ഓഫ് എൻ എന്താണ്? മ്യൂ ഓഫ് എൻ ഇൻറ്റു എഫ് ഓഫ് എൻ ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. നമ്മൾ കോൺവേഴ്സ് ആണ് പ്രൂവ് ചെയ്യുന്നത്. സോ നമുക്ക് നമ്മൾ എന്ത് അസ്യൂം ചെയ്യണം? എഫ് ഇൻവേഴ്സ് ഓഫ് എൻ ഈക്വൽ ടു മ്യൂ ഓഫ് എൻ ഇൻറ്റു എഫ് ഓഫ് എൻ നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ. നമുക്ക് അസ്യൂം ദാറ്റ് എന്നാക്കാം. assume that okay, assume that f inverse of n equal to mu of n into f of n. Okay. This implies I of n equal to f inverse star f of n. നമുക്കറിയാം എഫ് ഇൻവേഴ്സ് സ്റ്റാർ എഫ് എന്തായിരിക്കും? നമുക്കറിയാം ഐ ഓഫ് എൻ ആണല്ലോ. ഓക്കെ. എഫ് ഇൻവേഴ്സ് സ്റ്റാർ എഫിനെ നമ്മൾ ഐ എന്ന് എഴുതി. ഓക്കെ. ഇനി ഐ ഓഫ് എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? എൻ ഈക്വൽ ടു 1ന് 1 ആയിരിക്കും. എൻ ഗ്രേറ്റർ ദാൻ 1ന് 0 ആയിരിക്കും. ഓക്കെ. സോ ദിസ് ഇംപ്ലൈസ് 0 ഈക്വൽ ടു ഇനി എഫ് ഇൻവേഴ്സ് സ്റ്റാർ എഫ് ഓഫ് എൻ നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ എഫ് ഇൻവേഴ്സ് ഓഫ് ഡി ഇൻറ്റു f of n by d. Okay. This implies 0 equal to summation d divides n
ഇനി എഫ് ഇൻവേഴ്സ് ഓഫ് ഡി നമ്മൾ എന്താണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്? എഫ് ഇൻവേഴ്സ് ഓഫ് ഡി എന്താണ്? മ്യൂ ഓഫ് എൻ ഇൻറ്റു എഫ് ഓഫ് എൻ ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ എഫ് ഇൻവേഴ്സ് ഓഫ് ഡിക്ക് പകരം മ്യൂ ഓഫ് എൻ ഇൻറ്റു എഫ് ഓഫ് എൻ നമ്മൾ അസ്യൂം നമ്മൾ അവിടെ പുട്ട് ചെയ്യുക ഇൻറ്റു എഫ് ഓഫ് എൻ ബൈ ഡി. ഓക്കെ, ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, എൻ ഗ്രേറ്റർ ദാൻ 1-ന് ഇതെന്തായിരിക്കും? ലെഫ്റ്റ് സൈഡ് 0 ആയിരിക്കും. എൻ ഈക്വൽ ടു 1-ന് 1 ആയിരിക്കും. എൻ ഗ്രേറ്റർ ദാൻ 1-ൽ 0 ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് എന്താണ് കിട്ടിയത്? സിഗ്മ ഡി ഡിവൈഡ്സ് എൻ മ്യൂ ഓഫ് എൻ ഇൻറ്റു മ്യൂ ഓഫ് ഡി ആണ്. കാരണം റീസൺ എന്താണ്? ഇവിടെ എഫ് ഇൻവേഴ്സ് ഓഫ് ഡി ആണ്. ഓക്കെ, ഇവിടെ എഫ് ഇൻവേഴ്സ് ഓഫ് എൻ ആണെങ്കിൽ മ്യൂ ഓഫ് എൻ ഇൻറ്റു എഫ് ഓഫ് എൻ. ഓക്കെ, എഫ് ഇൻവേഴ്സ് ഓഫ് ഡി ആണെങ്കിൽ മ്യൂ ഓഫ് ഡി ഇൻറ്റു എഫ് ഓഫ് ഡി ആയിരിക്കും. ഇവിടെ മ്യൂ ഓഫ് ഡി ഇൻറ്റു എഫ് ഓഫ് ഡി, മ്യൂ ഓഫ് ഡി ഇൻറ്റു എഫ് ഓഫ് ഡി. നമുക്ക് എന്താണ് കിട്ടിയത്? സോ മ്യൂ ഓഫ് ഡി ഇൻറ്റു സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ മ്യൂ ഓഫ് ഡി ഇൻറ്റു എഫ് ഓഫ് ഡി ഇൻറ്റു എഫ് ഓഫ് എൻ ബൈ ഡി ഈക്വൽ ടു 0 എന്ന് കിട്ടി ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? എന്നിന് പി റേസ് ടു ആൽഫ ആയിട്ട് ചൂസ് ചെയ്യുക. ഹെൻസ് ടേക്കിംഗ് എൻ ഈക്വൽ ടു പി റേസ് ടു ആൽഫ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ ഈക്വൽ ടു പി റേസ് ടു ആൽഫ ആയിട്ട് ചൂസ് ചെയ്ത് നമ്മൾ ഈക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ദെൻ സമ്മേഷൻ ഡി ഡിവൈഡ്സ് എന്നിന് പകരം പി റേസ് ടു ആൽഫ മ്യൂ ഓഫ് ഡി ഇൻറ്റു എഫ് ഓഫ് ഡി ഇൻറ്റു എഫ് ഓഫ് എൻ ബൈ ഡി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ദെൻ ഈക്വേഷനെ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് നിർത്താം. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഇതൊക്കെ എന്ത് ചെയ്യുക? ഡിവൈസസ് ഓഫ് പി റേസ് ടു ആൽഫ. നമ്മൾ ഡിവൈസസ് ഓഫ് പി റേസ് ടു ആൽഫ നമ്മൾ ചെക്ക് ചെയ്യുക. ഏതൊക്കെ ആയിരിക്കും? 1 ഉണ്ടായിരിക്കും, പി ഉണ്ടായിരിക്കും, പി സ്ക്വയർ ഉണ്ടായിരിക്കും, പി റേസ് ടു ആൽഫ ഒക്കെ ഉണ്ടായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക? സമ്മേഷൻ അപ്ലൈ ചെയ്യുക. സോ മ്യൂ ഓഫ് 1 ഇൻറ്റു എഫ് ഓഫ് 1 ഇൻറ്റു എഫ് ഓഫ് പി റേസ് ടു ആൽഫ പ്ലസ് മ്യൂ ഓഫ് പി ഇൻറ്റു എഫ് ഓഫ് പി ഇൻറ്റു എഫ് ഓഫ് പി റേസ് ടു ആൽഫ മൈനസ് 1. ഓക്കെ, പ്ലസ് മ്യൂ ഓഫ് പി സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് പി സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് പി റേസ് ടു ആൽഫ മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് മ്യൂ ഓഫ് പി ഇൻറ്റു മ്യൂ ഓഫ് പി റേസ് ടു ആൽഫ ഇൻറ്റു എഫ് ഓഫ് പി റേസ് ടു ആൽഫ ഇൻറ്റു എഫ് ഓഫ് പി റേസ് ടു ആൽഫ മൈനസ് ആൽഫ എന്ന് വരും. എഫ് ഓഫ് പി റേസ് ടു 0 എന്ന് വരും. ദാറ്റ് മീൻസ് എഫ് ഓഫ് 1 എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് ഓരോന്നിനെയും സം കാണാം. ഇതിൻ്റെ സം എന്തായിരിക്കും? ഇതിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് നോക്കാം. അതിൻ്റെ മ്യൂ ഓഫ് 1 ആണ്. 1 ഇൻറ്റു എഫ് ഓഫ് 1 ആണ് ഇൻറ്റു ഇനി എഫ് ഓഫ് പി റേസ് ടു ആൽഫ നമുക്ക് എഫ് ഓഫ് പി റേസ് ടു ആൽഫ എന്ന് എഴുതാം. പ്ലസ് മ്യൂ ഓഫ് പിൻ്റെ വാല്യൂ -1 ആയിരിക്കും. ഓക്കെ, നമ്മൾ കാണുന്നത് ഇതാണ്, ഈ പ്രോഡക്റ്റാണ്. മ്യൂ ഓഫ് പിൻ്റെ വാല്യൂ -1 ആയിരിക്കും. -1 എഫ് ഓഫ് പിൻ്റെ വാല്യൂ എന്തായിരിക്കും? എഫ് ഓഫ് പി നമുക്ക് അതേപോലെ കീപ്പ് ചെയ്യാം. എഫ് ഓഫ് പി റേസ് ടു ആൽഫ -1 പ്ലസ് ബാക്കി മ്യൂ ഓഫ് പി സ്ക്വയർ മുതലുള്ളതിൻ്റെ വാല്യൂസ് ഒക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ബൈ ഡെഫിനിഷൻ പ്ലസ് 0 പ്ലസ് എക്സെട്ര പ്ലസ് 0. ദിസ് ഇസ് ഈക്വൽ ടു ഇനി നമുക്കറിയാം ഈ ലെഫ്റ്റ് സൈഡ് 0 ആണല്ലോ. ഈ ലെഫ്റ്റ് സൈഡ് 0 ആണ് നമുക്ക് ഈ ഇക്വേഷൻ എന്നറിയാം. ഓക്കെ, സോ ദിസ് ഇംപ്ലൈസ് 0 ഈക്വൽ ടു നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു എക്സ്പ്രഷൻ ആണുള്ളത്. അതിൻ്റെ വാല്യൂ 0 ആണെന്ന് നമുക്കറിയാം. സോ ദിസ് ഇംപ്ലൈസ് 0 ഈക്വൽ ടു ഇനി റൈറ്റ് സൈഡിൽ നമുക്ക് എന്താണ് കിട്ടിയത്? ഈ സമ്മ് നമുക്ക് കിട്ടിയത് എഫ് ഓഫ് പി റേസ് ടു ആൽഫ മൈനസ് എഫ് ഓഫ് പി ഇൻറ്റു എഫ് ഓഫ് പി റേസ് ടു ആൽഫ -1. ഓക്കെ, so this implies f of p raised to alpha equal to f of p into f of p raised to alpha -1. Okay, just equation number 1 എന്ന് നമുക്ക് പുട്ട് ചെയ്യാം. ഓക്കെ, then consider this as a reduction formula. Reduction formula. Then we have
നമ്മൾ ഇതിനൊരു ഇക്വേഷൻ നമ്പർ 1 നമ്മൾ റിഡക്ഷൻ ഫോമിലായിട്ട് കൺസിഡർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് പി റേസ് ടു ആൽഫ മൈനസ് 1 എന്തായിരിക്കും? എഫ് ഓഫ് പി ഇൻറ്റു എഫ് ഓഫ് പി റേസ് ടു ആൽഫ മൈനസ് 2. ഓക്കെ, പി ഇൻറ്റു എഫ് ഓഫ് പി റേസ് ടു ആൽഫ മൈനസ് 2. അതുപോലെ എഫ് ഓഫ് പി റേസ് ടു ആൽഫ മൈനസ് 2 എന്തായിരിക്കും? എഫ് ഓഫ് പി ഇൻറ്റു എഫ് ഓഫ് പി റേസ് ടു ആൽഫ മൈനസ് 3 എക്സെട്ര എക്സെട്ര. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് പി റേസ് ടു ആൽഫൻ എങ്ങനെ എഴുതാം? എഫ് ഓഫ് പി ഇൻറ്റു എഫ് ഓഫ് പി റേസ് ടു ആൽഫ മൈനസ് 1. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് പി ഇൻറ്റു, ഇനി എഫ് ഓഫ് പി റേസ് ടു ആൽഫ മൈനസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് പി ഇൻറ്റു എഫ് ഓഫ് പി റേസ് ടു ആൽഫ മൈനസ് 2 എന്ന് എഴുതാം. എഫ് ഓഫ് പി ഇൻറ്റു എഫ് ഓഫ് പി റേസ് ടു ആൽഫ മൈനസ് 2. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് പി ഇൻറ്റു എഫ് ഓഫ് പി ഇൻറ്റു, ഇനി എഫ് ഓഫ് പി റേസ് ടു ആൽഫ മൈനസ് 2 നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് പി ഇൻറ്റു എഫ് ഓഫ് പി റേസ് ടു ആൽഫ മൈനസ് 3 എന്ന് എഴുതാം. സോ എഫ് ഓഫ് പി ഇൻറ്റു എഫ് ഓഫ് പി റേസ് ടു ആൽഫ മൈനസ് 3 എക്സെട്ര എക്സെട്ര. ഓക്കെ, ഇനി നമുക്ക് അവസാനം നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് പി ഇൻറ്റു എഫ് ഓഫ് പി ഇൻറ്റു എക്സെട്ര ഇൻറ്റു എഫ് ഓഫ് പി. ഇത് എത്ര ടൈംസ് ഉണ്ടായിരിക്കും? എ ടൈംസ്. ഓക്കെ, സോറി, ആൽഫ ടൈംസ് ആൽഫ. ഓക്കെ, ദിസ് ഈസ് ആൽഫ ടൈംസ്. സോ ആൽഫ ടൈംസ് നമ്മൾ ഇതിന് എഫ് ഓഫ് പിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എഫ് ഓഫ് പി ഹോൾ റേസ് ടു ആൽഫ. ഓക്കെ, സോ എഫ് ഓഫ് പി റേസ് ടു ആൽഫ നമുക്ക് എന്ത് എഴുതാൻ പറ്റി? എഫ് ഓഫ് പി ഹോൾ റേസ് ടു ആൽഫ എന്ന് എഴുതാൻ പറ്റി. ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഓഫ് പി ഹോൾ റേസ് ടു ആൽഫ, എഫ് ഓഫ് പി റേസ് ടു ആൽഫ ഈക്വൽ ടു എഫ് ഓഫ് പി ഹോൾ റേസ് ടു ആൽഫ. ഓക്കെ, hence it is completely multiplicative. Okay, hence it is completely multiplicative. Okay, so നമ്മൾ ഓയിലർ-ടോഷ്യൻ ഫംഗ്ഷൻ ഫൈ, ആ ഫൈയുടെ ഇൻവേഴ്സ് എന്താണെന്നാണ് നമ്മൾ ഇതുവരെ ഫൈൻഡ് ചെയ്തത്. സോ ഫൈ ഇൻവേഴ്സ് എൻ എന്തായിരിക്കും? സിമ ഡി ഡിവൈഡ്സ് എൻ ഡി ഇൻറ്റു മ്യൂ ഓഫ് ഡി ആയിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾ, ദി ഇൻവേഴ്സ് ഓഫ് Euler's-Torsion function. Okay, Euler's-Torsion function means Euler's phi function. Okay, so phi of n equal to sigma d divides n mu of d into n by d. Okay, phi of n equal to sigma d divides n mu of d into n by d. Okay, നമ്മൾ എന്ത് ചെയ്യുക? നമുക്കറിയാം, വി നോ ദാറ്റ്, നമുക്കറിയാം എന്ത് എൻ ഓഫ് എൻ ഈക്വൽ ടു എൻ ആണ്. ഓക്കെ, നമ്മൾ എന്നുള്ളൊരു ഫംഗ്ഷൻ നമ്മൾ മുമ്പേ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഏതൊരു എലമെൻറ്റിൻ്റെയും അതേ എലമെൻറ്റിലേക്ക് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിതാ എൻ ബൈ ഡി എന്തിന് ഈക്വൽ ആയിരിക്കും? ഇവിടെ എൻ ബൈ ഡി ആണെങ്കിൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? എൻ ഓഫ് എൻ ബൈ ഡിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇവിടെ എൻ ബൈ ഡിക്ക് പകരം ആരെ റീപ്ലേസ് ചെയ്യാം? എൻ ഓഫ് എൻ ബൈ ഡിയെ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, then phi of n equal to sigma d divides n mu of d into n of n by d. Okay, this implies ഇതിൻ്റെ മീനിങ് എന്താ? phi equal to mu into അല്ലെങ്കിൽ mu star n. Okay, by definition of Dirichlet product. Okay, this implies phi equal to mu star n. Okay, പക്ഷേ നമുക്കറിയാം എന്ത്? n കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആണ്. n ഓഫ് n equal to n എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. സിൻസ് n ഈസ് കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ്, n കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആയിരുന്നു. നമുക്ക് എങ്ങനെ എഴുതാം? n ഇൻവേഴ്സ് എന്തായിരിക്കും? n ഇൻവേഴ്സ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു n ആയിരിക്കും. റീസൺ എന്താണ്? നമ്മൾ പ്രീവിയസ് തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ എഫ് കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് എന്തായിരിക്കും? മ്യൂ ഓഫ് ആയിരിക്കും. തൊട്ട് മുമ്പത്തെ തിയറത്തിൽ നമ്മൾ പഠിച്ചു എഫ് കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് എന്തായിരിക്കും?
മ്യൂ ഓഫ് ആയിരിക്കും. അതേപോലെ ഇപ്പോൾ n കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആയതുകൊണ്ട് n ഇൻവേഴ്സ് എന്തായിരിക്കും, മ്യൂ ഇൻറ്റു n ആയിരിക്കും. ഓക്കെ, ബൈ പ്രീവിയസ് തിയറം. ഓക്കെ, ബൈ പ്രീവിയസ് തിയറം. ഓക്കെ, സോ n ഇൻവേഴ്സ് എന്താണ്, മ്യൂ n ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം എന്താണ് ഫൈ ഈക്വൽ ടു മ്യൂ സ്റ്റാർ n ആണെങ്കിൽ, ഓക്കെ, ഫൈ ഈക്വൽ ടു മ്യൂ സ്റ്റാർ n, ഫൈ ഈക്വൽ ടു മ്യൂ സ്റ്റാർ n മീൻസ് എന്താണ്, ഫൈ ഈക്വൽ ടു മ്യൂ സ്റ്റാർ n ഇംപ്ലൈസ് ഫൈ ഇൻവേഴ്സ് എന്തായിരിക്കും, മ്യൂ ഇൻവേഴ്സ് സ്റ്റാർ n ഇൻവേഴ്സ്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻവേഴ്സ് സ്റ്റാർ. ഇനി n ഇൻവേഴ്സിന് നമുക്ക് എന്ത് കൊടുക്കാം, മ്യൂ n എന്ന് അവിടെ കൊടുക്കാം, മ്യൂ n. ഓക്കെ, ഓക്കെ, so phi inverse equal to mu inverse star mu n. This implies phi inverse of n എന്തായിരിക്കും, അപ്പോൾ mu inverse star mu n of n. ഓക്കെ, ഇനി mu inverse എന്താണ് നമുക്കറിയാം, mu inverse എന്താണ്, u ആണ്. ഓക്കെ, യൂണിറ്റ് ഫംഗ്ഷൻ ആണ്. സോ u സ്റ്റാർ mu n of n. ഓക്കെ, സോറി, ഇവിടുത്തെ n നമുക്ക് ക്യാപിറ്റലാണ് യൂസ് ചെയ്യേണ്ടത്, അത് ഫങ്ഷനാണ്. ഓക്കെ, ഓക്കെ, സോ യു ഇവിടെ റീസൺ എന്താണ്, ഇവിടെ മ്യൂ ഇൻവേഴ്സ് എന്താണ്, യു ആണ്, നമുക്കറിയാം. ഓക്കെ, അവിടെ റീസൺ നമ്മൾ എഴുതണം, മ്യൂ ഇൻവേഴ്സ് ഈക്വൽ ടു യു ആണ്, യൂണിറ്റ് ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി ഡിറിച്ലെറ്റ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ അപ്ലൈ ചെയ്താൽ സമ്മേഷൻ ഡി ഡിവൈഡ്സ് n യു ഓഫ് ഡി ഇൻറ്റു മ്യൂ n ഓഫ് n ബൈ ഡി. ഓക്കെ, ഇനി യു ഓഫ് ഡി എന്തായിരിക്കും എപ്പോഴും, സമ്മേഷൻ ഡി ഡിവൈഡ്സ് n, യു ഓഫ് ഡി എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും, യൂണിറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട്. പിന്നെ മ്യൂ n ഓഫ് n ബൈ ഡി നമുക്ക് എങ്ങനെ എഴുതാം, മ്യൂ ഓഫ് n ബൈ ഡി ഇൻറ്റു n ഓഫ് n ബൈ ഡി. ഓക്കെ, this is equal to summation d divides n. ഇനി mu of n by d into n of ഇനി n of n by d ൻ്റെ വാല്യൂ എന്തായിരിക്കും, n by d ആയിരിക്കും. റീസൺ എന്താ, ബൈ ഡെഫിനിഷൻ. ഓക്കെ, n by d. ഓർ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, ഫൈ ഇൻവേഴ്സ് ഓഫ് n ഈക്വൽ ടു നമുക്ക് എന്താണ് കിട്ടിയത്, സമ്മേഷൻ d ഡിവൈഡ്സ് n. ഇനി mu of n by d നമുക്ക് എന്ത് ചെയ്യാം, d വെച്ച് റീപ്ലേസ് ചെയ്യാം, n by d രണ്ടിനെ n by d നമുക്ക് d വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ ഫൈ ഇൻവേഴ്സ് ഓഫ് n ഈക്വൽ ടു സമ്മേഷൻ d ഡിവൈഡ്സ് n mu of d ഇൻറ്റു d. ഓക്കെ, ഇനി ഫൈ ഇൻവേഴ്സ് ഓഫ് n ഈക്വൽ ടു സമ്മേഷൻ d ഡിവൈഡ്സ് n d ഇൻറ്റു mu of d. നെക്സ്റ്റ് തിയറം. നെക്സ്റ്റ് തിയറം, ഇഫ് f is multiplicative, if f is multiplicative, we have summation d divides n mu of d into f of d, which is equal to pi p divides n 1 minus f of p. Okay, so next theorem ആണ്, f മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ സമ്മേഷൻ d divides n mu of d into f of d എന്തിന് ഈക്വൽ ആയിരിക്കും, പ്രോഡക്റ്റ് പൈ പി ഡിവൈഡ്സ് n 1 മൈനസ് എഫ് ഓഫ് പിൻ്റെ അതിൻ്റെ ആ ബ്രാക്കറ്റ്സിൻ്റെ പ്രോഡക്ട്സിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമുക്കിതിൻ്റെ പ്രൂഫ് ഡിസ്കസ് ചെയ്യാം. പ്രൂഫ് നമ്മൾ എന്ത് ചെയ്യുക, ലെറ്റ് ജി ഓഫ് എൻ ഈക്വൽ ടു സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ മ്യൂ ഓഫ് ഡി ഇൻറ്റു എഫ് ഓഫ് ഡി എന്നെടുക്കാം. ഓക്കെ, നമ്മൾ ഇതിനൊന്നും എന്ത് ചെയ്യുക, ജസ്റ്റ് ജി ഓഫ് എൻ എന്നെടുക്കാം. ഓക്കെ, then g എന്തായിരിക്കും, മൾട്ടിപ്ലിക്കേറ്റീവ് ആയിരിക്കും. then g is multiplicative. Okay, so to determine g of n, so to determine g of n, it is enough to compute g of p raised to alpha. ഓക്കെ, സോ നമുക്ക് ജി മൾട്ടിപ്ലിക്കേറ്റീവ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ആണെന്ന് കിട്ടി. ഇനി അതിനെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം,
നമ്മൾ എന്ത് കമ്പ്യൂട്ട് ചെയ്താൽ മതി? ജി ഓഫ് പി റേസ്റ്റ് ആൽഫ നമ്മൾ കമ്പ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, നമുക്കറിയാം എഫ് നമ്മുടെ ഫംഗ്ഷൻ എഫ് എന്താണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്, നമുക്ക് തന്നിട്ടുണ്ട്. ആ കാര്യം നമ്മൾ മൈൻഡിൽ വെക്കുക. ഓക്കെ, ദെർഫോർ ജി ഓഫ് പി റേസ്റ്റ് ആൽഫ എന്തായിരിക്കും? സമ്മേഷൻ ഡി ഡിവൈഡ്സ് എന്നിൻ്റെ പകരം അവിടെ പി റേസ്റ്റ് ആൽഫ മി ഓഫ് ഡി ഇൻറ്റു എഫ് ഓഫ് ടി. ഓക്കെ, ഇനി പി റേസ്റ്റ് ആൽഫയുടെ ഡിവൈസ് നമുക്കറിയാം 1 പി സ്ക്വയർ എക്സെട്ര ഉണ്ടായിരിക്കും. സോ സമ്മിൽ കൊടുത്താൽ മ്യൂ ഓഫ് 1 ഇൻറ്റു എഫ് ഓഫ് 1 പ്ലസ് മ്യൂ ഓഫ് പി ഇൻറ്റു എഫ് ഓഫ് പി പ്ലസ് മ്യൂ ഓഫ് പി സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് പി സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് മ്യൂ ഓഫ് പി റേസ്റ്റ് ആൽഫ ഇൻറ്റു എഫ് ഓഫ് പി റേസ്റ്റ് ആൽഫ. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1. മ്യൂ ഓഫ് 1 ആണ്, എഫ് ഓഫ് 1 ആണ്, പ്ലസ് മ്യൂ ഓഫ് പി എന്തായിരിക്കും? -1 ആയിരിക്കും. -1 ഇൻറ്റു എഫ് ഓഫ് പി നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, പ്ലസ് ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, കാരണം മ്യൂ ഓഫ് പി സ്ക്വയർ ഒക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും, നമുക്കറിയാം. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എഫ് ഓഫ് പി. ഓക്കെ, സോ നമുക്ക് എന്താണ് കിട്ടിയത്? ജി ഓഫ് പി റേസ്റ്റ് ആൽഫ ഈക്വൽ ടു 1 minus f of p, that is g of p raised alpha equal to 1 minus f of p. Okay, when n equal to pi p divides n p raised alpha, അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടും? g of n equal to എന്തായിരിക്കും? n എന്ന് പറയുമ്പോൾ pi p divides n p raised to alpha. Okay, p raised to alpha, this is equal to pi p divides n g of p raised to alpha. ഓക്കെ, ഇങ്ങനെ ഏതാ റീസൺ എന്താണ്? ഈ സ്റ്റെപ്പിൽ നിന്ന് ഈ സ്റ്റെപ്പിലേക്ക് വരാൻ കാരണം എന്താണ്? ജി മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു പൈ പി ഡിവൈഡ്സ് എൻ ജി ഓഫ് പി റേസ്റ്റ് ആൽഫ എന്തിന് ഈക്വൽ ആണ്? ജി ഓഫ് പി റേസ്റ്റ് ആൽഫ 1 മൈനസ് എഫ് ഓഫ് പിക്ക് ഈക്വൽ ആണ്. 1 മൈനസ് എഫ് ഓഫ് പി. ഓക്കെ, സോ ദിസ് ഇംപ്ലൈസ് സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ മി ഓഫ് ഡി ഇൻറ്റു f of t which is equal to pi p divides n 1 minus f of p. Okay.